വെൽക്കം ബാക്ക്. ഐ ആം ഇൽഹാൻ. ഗപ്പി കുഞ്ഞുങ്ങളെയൊക്കെ ഇടാൻ പറ്റിയ ഒരു കുഞ്ഞ് DIY ഫിഷ് പോണ്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതായത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ടബിൽ ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഫിഷ് പോണ്ട് എങ്ങനെ റെഡിയാക്കുക എന്ന് കാണിക്കാം. ഇതേപോലത്തെ ഒരു ടബിലാണ് നമ്മൾ ഒരു ഫിഷ് പോണ്ട് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടബ്ബാണ്. ഇത് നമുക്ക് ഈ പാത്രമൊക്കെ വാങ്ങിക്കുന്ന കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. എൻ്റെ കയ്യിൽ ഇത് നേരത്തെ ഉണ്ടായിരുന്നു, ഞാനത് ക്ലീൻ ചെയ്തെടുത്താണ്. ഒരു 100 രൂപയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ടബ്ബ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ വലിപ്പമുള്ള ഒരു മീഡിയം സൈസ് പോട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് ചരലാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ചരൽ ഈ തോട്ടിൽ നിന്നൊക്കെ നമുക്ക് വാരിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ തോട്ടിൽ നിന്ന് വാരിയെടുത്തിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിനകത്തെ ചെളിയെല്ലാം കളഞ്ഞിട്ട് എടുത്ത ചരലാണിത്. അപ്പോൾ ഞാനിതിലേക്ക് വേറെ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെളി ഇടുന്നില്ല, മണ്ണ് ഇടുന്നില്ല, ഈ ചരൽ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഒറ്റ ലെയറായിട്ട് ഈ ഒരു ചരൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കും. ഇനി ഞാൻ 1-2 കല്ലുകൾ എടുക്കുന്നുണ്ട്. ഇത് കരിങ്കല്ലാണ്. നമുക്ക് മുറ്റത്തൊക്കെ കിട്ടുന്ന കല്ലുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ 2-3 കല്ലെടുത്തിട്ട് ഈ പോണ്ടിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അധികം ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു പ്ലാന്റ്, ചട്ടിയിലുള്ളൊരു പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു അലോക്കേഷ്യ പ്ലാന്റ് ആണ്. ഒരു നോർമൽ ആയിട്ട് കാണുന്ന ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണിത്. അപ്പോൾ അത് നേരത്തെ ഞാൻ ചട്ടിയിൽ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ഞാൻ ഈ കല്ല് വെച്ചിട്ട് കല്ലിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ അലോക്കേഷ്യ പ്ലാന്റ്, അതുപോലെ തന്നെ പെന്നി വേട്ട്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്ലാന്റ് ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇനി ഞാൻ കുറച്ച് പെബിൾസ് എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗാർഡനിലൊക്കെ ഇടുന്ന പെബിൾസാണ്. അപ്പോൾ ഇങ്ങനത്തെ പെബിൾസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കല്ലുകളോ ഒക്കെ നമുക്ക് ഇതിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഈ കല്ലൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കല്ലുകളാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല. നമുക്ക് ഇതിന് വേണ്ടി ആകെ ചിലവായിട്ടുള്ളത് ഈ ടബ്ബ് മേടിച്ച സമയത്ത് ഒരു 100 രൂപയായിരുന്നു. പിന്നെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് ഒരു 100 രൂപയ്ക്ക് 10 എണ്ണം വാങ്ങി. അങ്ങനെ അത്രേ ചിലവേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ കല്ലൊക്കെ ഒന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചെളി ഉണ്ടെങ്കിൽ അത് കലങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പ്ലാന്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന വേറൊരു വാട്ടർ ഗാർഡൻ ഉണ്ട്, അതിൽ കുറച്ച് വാട്ടർ പ്ലാന്റ്സ്, ഫ്ലോട്ടിംഗ് പായൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് കളക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് കാണുന്ന ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആണ് ഇതൊക്കെ, പായൽ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡക്ക് വീഡ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ അതിലിങ്ങനെ ഒഴുകി നടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണല്ലോ. അതുപോലെ കുറച്ച് വാട്ടർ ക്യാബേജും കൂടെ ഇടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ നേരത്തെ വേറൊരു വാട്ടർ ഗാർഡനിൽ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് ഞാൻ അതെല്ലാം എടുത്തിട്ട് ഇതിനകത്ത് ഇട്ടുവെന്നേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഇതിനെ ഡെക്കറേറ്റീവ് ആക്കുക. പിന്നെ ഞാൻ വേറൊരു പ്ലാന്റ് ഉണ്ട്, എൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അതും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും പ്ലാന്റ് ഞാൻ ഇതിൽ കൊടുക്കുന്നുള്ളൂ. ചെറിയൊരു ടബാണല്ലോ. ഞാൻ ഇതിലേക്ക് ഗപ്പി കുഞ്ഞുങ്ങളെ ഒരു 4 പേരെയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. കാരണം അത്ര വലിയൊരു ടബല്ലാത്തത് കൊണ്ട് തന്നെ 2 ആണിനെയും 2 പെണ്ണിനെയും അങ്ങനെയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ഇത്ര വളരെ സിമ്പിളായിട്ട് ഒരു കൊച്ചു പോണ്ടൊക്കെ നമുക്ക് വീട്ടിൽ ടബിലൊക്കെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ടബിലൊക്കെ കുറച്ച് മീനൊക്കെ വളർത്തുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പുറത്ത് ഒരു ചെറിയ ആക്ടിവിറ്റി ഒക്കെ ആവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കുള്ള ആളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നമ്മൾ പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. അതുപോലെ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.